നമസ്കാരം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കൃത്യമായി ഈ ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്കറിയാം, സംസ്ഥാനത്ത് 1600 രൂപ വീതം സാമൂഹിക സുരക്ഷാ പെൻഷനാണ് നൽകി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഏറ്റവും സമഗ്രമായി സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്ന സംസ്ഥാനം നമ്മുടെ ഈ ഒരു കൊച്ചു കേരളമാണ്. 1600 രൂപ വീതം എല്ലാ മാസവും കൃത്യമായി തന്നെ അക്കൗണ്ടുകൾ വഴിയും അതോടൊപ്പം തന്നെ ബാങ്കിലേക്ക് പോകാൻ കഴിയാത്ത ആളുകൾക്ക് വീടുകളിലും എത്തിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മളുടെ സംസ്ഥാനത്തുള്ളത്. പ്രധാനമായും ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ അവരുടെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ കൃത്യമായി ആ ഒരു ബാങ്കിലേക്ക് പോയി നമ്മളുടെ ആധാർ കാർഡ് അക്കൗണ്ട് നമ്പറുമായി ബന്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് കുടിശ്ശിക പെൻഷനും അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ എല്ലാ മാസവും വിതരണം ചെയ്യുമ്പോൾ നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്കും ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്തണമെങ്കിൽ നമ്മളുടെ ആധാർ കാർഡ് അക്കൗണ്ട് നമ്പറുമായി ബന്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, നമ്മളുടെ സംസ്ഥാനത്ത് 1600 രൂപ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ ചിലർക്ക് കേന്ദ്ര സർക്കാരും ഒരു വിഹിതം നൽകുന്നുണ്ട്. 200 രൂപ മുതൽ 500 രൂപ വരെയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഹിതം ലഭിക്കുന്നതിന് വേണ്ടി അതും കുടിശ്ശികയായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു വിഹിതം കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുമ്പോൾ നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് എത്താത്ത സാഹചര്യം ഉണ്ടാവും. ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുമായി ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ വിചാരിക്കും കുടിശ്ശികയായി ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്ന്. എന്നാൽ ആ ഒരു വിഹിതം പലപ്പോഴായി വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തുക എത്തണമെങ്കിൽ കൃത്യമായി ആധാർ കാർഡ് അക്കൗണ്ട് നമ്പറുമായി ലിങ്ക് ചെയ്യുക. ഇനിയും പെൻഷൻ കുടിശ്ശിക വിതരണം സംബന്ധിച്ച് ഏറ്റവും പുതിയൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക 2 ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുവാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത പെൻഷൻ വിതരണത്തോടൊപ്പം ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയും കൂടി വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. ഇന്ധനത്തിനും മദ്യത്തിനുമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക സെസ് ഉപയോഗിച്ച് കൃത്യമായി എല്ലാ മാസവും ഇപ്പോൾ പെൻഷൻ വിതരണം കൃത്യമായി നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ പെൻഷൻ വിതരണത്തിൻ്റെ എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്